ഹായ് ഗായ്സ്. അപ്പൊ നമ്മളൊരു ഇന്റർനാഷണൽ ട്രിപ്പ് പോവാണ്. ഇന്റർനാഷണൽ. അതെ, കോസ്റ്റ്യൂം ഒക്കെ കണ്ടിട്ട് എങ്ങോട്ടാന്ന് മനസ്സിലാവണ്ടായിരിക്കലും. ഞാന്, നിഹാല്, ഷാനു, അനു, നമ്മള് 4 ആൾക്കാരെ പോണേ. നേരിന്റെ മാർഗത്തില് നമ്മളൊരു യാത്രക്ക് പോവാണ്. സന്മാർഗത്തിലൂടെയുള്ളൊരു യാത്ര. ആഫിയത്തും മറഹമത്തും ഈ യാത്രക്ക് ചരിത്ര ഭൂമികളിലൂടെ, ചരിത്രമുറങ്ങുന്ന ഭൂമികളിലൂടെ ഉള്ളൊരു യാത്രയാണ്. അത് പറയണ്ട. അപ്പം ഞങ്ങളവിടെ എത്തിയിട്ട് എല്ലാം കാണിച്ചു തരും. അല്ല, അങ്ങനെയല്ല, എത്തിയിട്ട് എവിടെ എത്തണെന്ന് കാണിച്ചു തരും. പിന്നെ എല്ലാവർക്കും ഒരു സംശയം, ജൂലൈ 26 എന്താണ് എല്ലാരും ചോദിക്കണ്ടേ. ജൂലൈ 26 ജിംഷാ എന്ന റൂമിക്ക് വന്ന് കയറിയേ നിയാലും ഷാനും വെറുതെ പിടിച്ചണ്ടേ. ജൂലൈ 26 പിടിച്ച് മെസ്സേജ് ജൂലൈ 26 ഒന്നുമില്ലട്ടാ. വെറുതെ കല്യാണം എന്നല്ല, എനിക്ക് കല്യാണത്തിനെ പറ്റി കുറച്ച് സങ്കല്പങ്ങളൊക്കെ ഉണ്ട്. ഈ നമ്മള് ഈ പോണ ഇതിന്റെ ഇന്ന് കുറച്ചൊക്കെ പാടും. ഞമ്മക്ക് പാട്ടൊക്കെ പാടി ഒരു ട്രിപ്പ് പോകണം. നമ്മൾക്ക് വന്നിട്ടേ പാട്ടൊക്കെ പാടി എല്ലാ പരും നമ്മളെ ഫാമിലി ഫുള്ള് ഉഷാറാക്കണം എന്തായാലും. ഇന്റർനാഷണൽ പോവല്ലേ, അപ്പം അതിന് അവിടെ എനിക്ക് പറ്റിയൊരു പാട്ട് പാടും. അല്ല, പാട്ട് പാടില്ല, എനിക്ക് കല്യാണത്തിനെ പറ്റി എന്താ ഒരു ഇത് അവിടെ എന്തായാലും നമ്മള് പോവല്ലേ. എന്റെ സങ്കല്പം എന്താ കല്യാണത്തിനെ പറ്റി മനസ്സിലാവണില്ലട്ടാ. എന്തായാലും ഇപ്പൊ പോവല്ലോ. അപ്പൊ കല്യാണം കുറിച്ച് അപ്പൊ ഞാൻ അവിടെ പോയിട്ട് ഈ കല്യാണം എന്ത് കല്യാണം എനിക്കൊന്നും കിട്ടുന്നില്ലട്ടാ. അപ്പൊ ജിംഷാ പറയുന്നത് എന്തായാലും അവിടെ നല്ലൊരു കുട്ടിനെ നോക്കണം. അപ്പൊ എന്തായാലും നമ്മൾ പോയി നമ്മൾ ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സ്ഥലമാണ് അത്. അപ്പം ഓരോ എക്സ്പീരിയൻസ് നിങ്ങളെ കൺമുന്നിലൂടെ ഞങ്ങൾ യൂട്യൂബ് ചാനലിലൂടെയും ഷോർട്സുകളുടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും എത്തിക്കുന്നതായിരിക്കും. നമ്മളെന്തായാലും നിങ്ങളെല്ലാരും അടുത്ത കല്യാണം അടുത്താന്ന് ഞാൻ ചോദിച്ചിരുന്നു. ജൂലൈ 26. അതാണ് ഇപ്പൊ പറഞ്ഞ നമ്മള്. അലിഞ്ഞു പോവോ? ചൂട് വരും. എങ്ങനെ ഉപയോഗിക്കുക? അന്റാർട്ടിക്ക മസ്റ്റാ. ഇനി എങ്ങോട്ടാ പറഞ്ഞിട്ടില്ല. അന്റാർട്ടിക്ക എന്തെങ്കിലും ഇങ്ങനെ പറയല്ലേ, കേൾക്കൂലേ. അപ്പൊ എന്തായാലും നമുക്ക് എയർപോർട്ടിലെത്തിയിട്ട് ബാക്കി വിശേഷം കാണാം. സാധനങ്ങളും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഷാനും എല്ലാവരും ഇപ്പോൾ കാർക്ക് കയറാൻ പോവാണ്. ഇമ്മച്ചിണ്ട്, ഈച്ചുണ്ട്, സ്റ്റീലുണ്ട്, പിന്നെ സൽമാനുണ്ട്, എല്ലാവരും ഉണ്ട്. നമ്മളിപ്പോൾ കാറിൽ കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോവാണ്. എന്തായാലും എയർപോർട്ടിലെത്തിയിട്ട് നമുക്ക് എന്തായാലും ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. ഓക്കെ, എന്തിനാ ഇന്റർവ്യൂലൊക്കെ പങ്കെടുത്തിട്ട് എന്തായി സംഭവം അറിയണോ? ജിംഷാദേ നമ്മള് സംസാരിക്കുന്ന വ്ളോഗന്റെ ഓണാക്കി ആൾക്കാരെ പേടിപ്പിച്ചു. പുറത്ത് വിടാളാകുമ്പോ ആൾക്കാർക്ക്. പക്ഷെ എനിക്ക് തൊപ്പീനെ പേടിയാണോ? ഇതൊക്കെ നിനക്ക് തൊപ്പിന് പേടിയൊന്നുമില്ല. അതെന്താ അറിയോ, ഇന്റർവ്യൂല് ഒരു ഹുക്ക് കൊടുത്താണ്. നിഹാലിന്റെ ഇന്റർവ്യൂ ഉണ്ട് യൂട്യൂബിൽ, അതെല്ലാരും ഇരുന്ന് കാണണേ. അവിടെ എന്തിനാ നാറ്റിക്കണത്? നല്ല കാര്യല്ലേ അത്, ഇന്റർവ്യൂ അല്ലേ, വേറെ ഒന്നല്ലോ. ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, ചെയ്തു, വിളിച്ചപ്പോ ചെയ്തു, അത്രേ ഉള്ളൂ. നമ്മളെല്ലാരും ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് വന്നാണ്ടോ? ഇല്ല, എനിക്ക് ജ്യൂസ് എന്തെങ്കിലും മതി. ജിംഷ എന്താ പറയണേ? ഫുഡ് ജിംഷ കുറച്ച് ജിമ്മൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് അൺഹെൽത്തി ഫുഡ് കഴിക്കലില്ല. ജിംഷ എന്താ പറയണേ? ഞാൻ ഒന്നും പറയുന്നില്ല. ജിംഷ മൊത്തം സാലഡ് അങ്ങനത്തെ ഐറ്റംസ് മാത്രമേ പറയുള്ളൂ. ജിംഷാന് ഇങ്ങനത്തെ അൽഫാം ഓയിലി ഐറ്റംസ് ഒന്നും പറ്റില്ല. ജിംഷാന്റെ ബോഡി നിങ്ങൾ കാണണം കേട്ടോ, അടിപൊളിയാ. ഏണ്ട് ഇത്ര പ്രമോഷൻ പോരെ? അത് മതി. അപ്പൊ നമ്മളെല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് കാണാം. ഫുഡ് കഴിച്ചിട്ട് നേരെ എയർപോർട്ട് പോകും. എന്തായാലും എയർപോർട്ട് പോയിട്ട് ബാക്കി കാണാം. സൽമാനജ് എന്താ ഫുഡ് കഴിക്കണില്ലേ? ഡൽഹിയിലൊന്നും ആരുമില്ല ചെങ്ങായി. അല്ല മച്ചിയാ, ഡൽഹിയിൽ ഞാൻ ഫുള്ള് നിങ്ങളപ്പല്ലേനോ? ഡൽഹി ഓന് പച്ച വെള്ളം, നമുക്കൊക്കെ ചുമന്ന വെള്ളം, ഓന് പച്ച വെള്ളം. വെറും ചോറ് കിട്ടണതും അല്ലാതെ കിട്ടണം. പിന്നെ നമ്മൾ ഓനെ കണ്ടിട്ടില്ല.
രാവിലെ ആയാലേ എനിക്ക് വർക്ക് ഉണ്ട് എന്ന് പറഞ്ഞായിരുന്നു. ഇവിടെ ക്യാമറ കുപ്പിന്റെ അടുത്താണ്, പക്ഷെ വർക്ക് ഡെയിലി നടക്കുന്നുണ്ട്. എക്യുപ്മെന്റ്സ് ഒന്നും ഇല്ല, ഫുൾ ക്യൂട്ട് പോവാ. ഓന് തിരക്കാണ്, ഡൽഹിയിലെത്തി ഓനാകെ തിരക്ക്. എല്ലാ ഊബർ ഡ്രൈവർമാര് പരിചയ, എവിടേക്ക് ഊബർ വിളിക്കണം. അല്ലട്ടോ, ഇതൊക്കെ തെറ്റാണ്. അങ്ങനെയൊന്നല്ല. ഡൽഹിയിൽ ഞാൻ പോയത് വർക്കിനാണ്. പക്ഷെ ഇവല് നിങ്ങളിത് കാണുന്നത് മനസ്സിലാക്കി. എൻ്റെ ഇപ്പത്തെ ഒരു മാനസികാവസ്ഥ ഭയങ്കര ഇതാണ്. അതല്ലട്ടോ, ഇവല് ഓരോന്ന് പറഞ്ഞുണ്ടാക്കാണ്. ഡൽഹി വിഷയണില്ല. ഓ മധ്യ ഇനി ഡൽഹിക്കില്ല. ഡൽഹി പോയ മാനസികാവസ്ഥ ശരി. അതാണ് ഇപ്പൊ സൽമാന്റെ അവസ്ഥ. ഡൽഹിയിൽ നിന്ന് ഒരു കുഴപ്പമില്ല, ഇവിടെ വരുമ്പോ ആകെ പ്രശ്നങ്ങളാണ് അവന്. നിഹാലിന്റെ ഒരു കഥ ഉണ്ട്. ഞങ്ങള് പോകാന്ന് പറഞ്ഞപ്പോ പറഞ്ഞ കഥ. ഞാനെന്റെ ട്രിപ്പിന്റെ ഒരുക്കങ്ങൾ ചോദിച്ചു വിളിച്ച് അതിൽ ഞാനോട് എന്റെ പാസ്പോർട്ട് എടുക്കൽ മസ്റ്റാണോ ചോദിച്ചു. അതിൽ അങ്ങനെ ആലോചിച്ചു, ഇതിപ്പോ എന്റെ ബാംഗ്ലൂർക്കാണോ പോണേ, പാസ്പോർട്ട് എടുക്കൽ മസ്റ്റ് ഇന്റർനാഷണൽ പോകുമ്പോ എനിക്ക് എന്നെ ഡൗട്ടായി. അപ്പം ഞാനേ പാസ്പോർട്ട് എടുക്കണല്ലോ, ഫോണിൽ കാണിച്ചു കൊടുത്താ പോലെ പറഞ്ഞു. അന്നും ചോന്റെ ലെവൽ ഏകദേശം മനസ്സിലായി. പിന്നെ ഞാൻ കൂടുതൽ സംസാരിക്കാൻ നിന്നിട്ടില്ല. നമ്മളെ പറ്റി പല ആൾക്കാരും പല ആരോപണങ്ങളുമായി വരുന്നുണ്ട്. പല ആരോപണങ്ങളുമായി വരുന്നുണ്ട്. നമ്മൾ കാര്യമാക്കരുത്. കാണിച്ചു, പ്രത്യേകിച്ച് ചിലവരുണ്ട് കണ്ടാ, ഇപ്പൊ മൈൻഡാണ് ഇരിക്കുന്നത്. ദബ്ബനുണ്ട് ആരോപണങ്ങൾ. നമുക്ക് ഇങ്ങോട്ട് ഇല്ലെത്താം. കണ്ടിന്യൂ. ഞാൻ ഒഴിവായി ചേട്ടോ, ഞാൻ അങ്ങനെ ചോദിച്ചു ചേട്ടോ. അപ്പൊ നമ്മളെ കാണാൻ ഇതാ അസുർ വന്നിട്ടുണ്ട്. നമ്മള് പോണ കാണാന് ചെറുക്കന്മാര് ചാമ്പിന്നെ ഞങ്ങളെ കാത്തിക്കേന നാട്ടില്. ഇല്ലടാ, തോന്നിയല്ലടാ എന്നാലും ഞാൻ യാത്ര പറയാൻ വരും. മുത്തേ കാരണം തരാം, ഇങ്ങനത്തെ ഇമ്പോർട്ടന്റ് യാത്രകളിൽ നമ്മൾ എന്തായാലും എല്ലാവരും യാത്ര പറയാൻ വരും. കാരണം ഓരോ പുതിയ പുതിയ രാജ്യങ്ങൾ കാണാൻ പോകുമ്പോ എവിടെ പറഞ്ഞിട്ടില്ല. എവിടെ പറഞ്ഞിട്ടില്ല. സങ്കടത്തിലാണ് സൽമാനൊക്കെ. സൽമാൻ ഫേക്ക് എന്താ ഇവിടുന്നല്ലേ ജാക്കറ്റ് കിട്ടുന്ന പൊലിയന്മാര്. ഒരു സുഖം ഉണ്ടാവില്ല. യഥാർത്ഥ ട്രിപ്പ് എന്താ കണ്ടിട്ടില്ല. നിങ്ങളെ നമ്മളെ കൊണ്ടുപോകാതെ പോകൂലേ. കാണാത്ത നിങ്ങൾക്കൊന്നും അറിയാത്ത ഡൽഹിക്കാവും ട്രിപ്പ് അല്ലേ. കൊടുക്കടാ, അനു പിടിക്കാന്നാട്ടോ, ഷോഫല്ല അനു പിടിക്കാന്ന. ഞാൻ ആരും പറയില്ലേ, ഫുള്ള് ഷോ ആയിക്കണ ഇപ്പൊ. നിങ്ങളത് 3 മണിക്ക് ഡയറക്റ്റാ. ഡയറക്റ്റ് അല്ല, എവിടെ ഷാർജ. ഇവരെ നോക്കണ്ട, ഇവരെ ട്രിപ്പിന് കൊണ്ടായിരിക്കും. ഞാൻ സംഭവിക്കാൻ പോണേ ഞാൻ പറഞ്ഞു കേട്ടോ. ഇവരവിടെ ഇരിക്കും. ഫസ്റ്റ് ദിവസം ഫുൾ എനർജി ആക്കാറ്, രണ്ടാമത്തെ ദിവസം മുതൽ പെട്ടെന്ന് തിരിച്ചൂല. നിങ്ങള് കണ്ടോളി, ഞാൻ അല്ല. ഞാൻ അനുഭവിച്ചാണ്, അല്ലെങ്കിൽ ഞാൻ കൊണ്ടുപോകണ വലിച്ചു കൊണ്ടുപോകണവനെ. പോയി വരികയല്ല ഇപ്പൊ എന്താ പറയാ. പക്ഷെ എന്തായാലും നിങ്ങൾ വരും, പിന്നെ കാണൂലല്ലോ ഇവിടെ. ഞാൻ പോകൂലേ. നിങ്ങളെന്തായാലും നാട്ടിൽ നിന്ന് വിളിച്ചാതെ പോകുന്നില്ല അങ്ങോട്ട് എല്ലാവരും. എന്നിട്ട് നിങ്ങൾ തപ്പി ഞാൻ അങ്ങോട്ട് കോഴിക്കോട് എയർപോർട്ട് കയറി. വേറെ ആർക്കും ഡ്രസ് അതെ ഞങ്ങൾ പോയരാ. അത് പോയോ അനു നോക്കട്ടോ. നോക്കണുള്ളൂ. ഞങ്ങള് ബാക്കി പോയിട്ട് കാണാം. നിങ്ങൾ എക്സൈറ്റഡ് ആണോ? ഉമ്മച്ചി ഫുള്ള് സങ്കടത്തിലോ. ഫുള്ള് സങ്കടം. ഇങ്ങനെ ഒരു മുഖം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതായത് നമ്മളൊരു ബൈക്ക് പോകുമ്പോൾ ഇങ്ങനെ നിൽക്കാന് നമ്മളമ്മമാരന്നെ ഉണ്ടാവുള്ളൂ. കാണിച്ചു കൊടുക്കളാ.
ആകെ സങ്കടത്തിലായി. ഞാൻ ഗൾഫിക്ക് പ്രവാസിയായി പോണ പോലായി. ഫുള്ള് ഞാൻ നാട് വിട്ട് പോണ പോലായി. അതായത് 3-4 വർഷത്തെ പണിക്ക് പോണ പോലെ നിൽക്കുന്നുണ്ട് മച്ചി. 5-6 ദിവസം കൊണ്ട് ഞാൻ വരും ഇൻഷാ അല്ലാ. ആകെ സങ്കടത്തിലായിക്കണ്. ഇബൽക്കൊന്നും വിഷയമല്ലടാ, ഇബലൊക്കെ ഒറ്റ ബുദ്ധികളല്ലേ, ഒക്കെ സന്തോഷത്തിലാ. നമ്മളെല്ലാവരും ഇവിടെ വരിക്കുക, ഒരാളവിടെ പോയി ഇരിക്കണാണ്. എന്താ പരുത്ത നോക്കി. മേലെ കയറിയിട്ട് വെറുതെ അപ്പുറത്തുള്ള കടയിലൊക്കെ പോയി കണ്ട് എന്തൊക്കെയോ വാങ്ങാം. ചെക്കന് പിരാന്തായിക്കണം. ചെക്കന് ഇന്നലെ ഞാനും അവനോട് ഒരു ഷോപ്പ് പോയിട്ട് എന്തൊക്കെയാ പർച്ചേസ് ചെയ്തിട്ടോ. ഇതിപ്പോൾ എന്നോട് പറയാം, ഞാൻ ആ ഷോപ്പ് പോയി മുതലാടാ, ഞാൻ ഒന്ന് കുറേ സാധനം കിട്ടി, നല്ല സാധനം കിട്ടിയതൊക്കെ. ഞാൻ പറഞ്ഞു ചൂളൊക്കെ എടുത്ത് പോകണ എടാ എന്താടാ ഇത് 10ാമത്തെ തവണ പറയാം. ഒരു മുട്ടുകാലിന് വേദന ഉണ്ട്. ഇതിപ്പോൾ ആ ബാൻഡേജ് വാങ്ങണ പൈസക്ക് സർജറി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ലാഭമായി. ഇനി അതിന് മാത്രം വാങ്ങിക്കണ്. ഇത് എത്രാമത്താ? ഞാൻ കസ്റ്റംസിനോട് പറയാം അതിൻ്റെ ഉള്ളിൽ ഗോൾഡാണ്. പറഞ്ഞോ പറയല്ലേ. വേറെ കോമഡി എന്ന് വെച്ചാൽ ബാഗ് വെച്ചിരിക്കണത്. ബാഗ് തോന്നിട്ട് വെച്ചിട്ട് ഇവിടെ വന്നിരിക്കുക. പുറത്ത് ഓറിയൻ്റ് ബിസ്ക്കറ്റ് ഉണ്ട്, 10 രൂപ 6 ബിസ്ക്കറ്റ് കിട്ടും. ഇവിടെ ഒരു ബിസ്ക്കറ്റിന് അതിൻ്റെ ഉള്ളത്തെ ഒരു ബിസ്ക്കറ്റ് 300 രൂപ. കാക്ക വാങ്ങി കൊടുത്ത് 1500 രൂപ എടുത്ത്. നാട്ടിൽ 10 രൂപ ഉള്ളൂ. ഞാൻ എനിക്ക് പപ്സ് വേണം. പപ്സ് വേണോ? പക്ഷേ 10 രൂപ ചെന്നതാ, 150 രൂപ. അപ്പുറത്തുനിന്ന് അകത്ത് ആൻറ്റി ഉണ്ട്, അമ്മായി ഉണ്ടാക്കി കൊടുത്തതാ. അമ്മായിക്ക് 20 രൂപ കൊടുത്ത് പപ്സിന്. ഇവിടെ നമുക്ക് 200 രൂപ. 170. ഇതൊക്കെയാണ് ഒരു കൺട്രോൾ വരുന്നത്, ഒരു മാറ്റം വരേണ്ടത്, ഒരു മാറ്റം ആഗ്രഹിക്കുന്നത്. ഇതിനൊക്കെ നമ്മളുള്ളിലാ, പുറത്തിറങ്ങാൻ പറ്റില്ല. ലോക്ക് ഇട്ട് നമ്മളെ ഒരു പറയുന്ന പൈസക്ക് സാധനം മേടിക്കും. ഇവിടെ ഒരു 3 മണിക്കൂർ മുമ്പ് കയറണം എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഡിലേ ആക്കി, പള്ളിയിൽ കഷ്ടാക്കി, എന്നിട്ട് ഒരു ട്രാപ്പ്. എനിക്ക് കഴിക്കാൻ തോന്നുന്നുണ്ട്. 150 ഇട്ടാലോ നാലേക്ക് വാങ്ങുമുത്തേ 3 ലോഞ്ച് കയറണം. ലോഞ്ചിലോ ആണോ? ജിംഷാൻ കൊടുക്കട്ടെ. ഇന്നെ തന്നെ കാണിക്കല്ലേ? എന്നെ കാണിക്കും ഞാൻ. ഇതെല്ലാം താരം, നാട്ടിലെ മിന്നും താരം നിഹാൽക്ക. നമുക്ക് എപ്പോ വിളിച്ച് മേടിച്ചാലോ? എന്റെ ഫോണിൽ ലഗേജ് അവിടെ ഉണ്ട്. വള്ളിയോ കൂട്ടിട്ടി എന്താ വാങ്ങി? ബ്ലഡ് കൊടുത്തു, സർജറി, ഇലക്ട്രോലൈറ്റ്, എനർജി ടാൻ. എത്ര രൂപേന്? 300. 300 രൂപ, 500, മൊത്തം 678 എന്തോ ആയി. നമുക്ക് ചോദിക്കട്ടോ? അടിക്കലടാ, അതല്ല, ഒരു പപ്സിന്റെ പൈസ ഗസ് ചെയ്യും. പപ്സിന്റെ പൈസ 100 രൂപ, 180. അപ്പൊ ബർഗറൊക്കെ സീനാമല്ലോ. പപ്സിന്റെ പൈസ 180. ഞാൻ 18 രൂപ ചെന്നതാ. ഡേറ്റ് ഉണ്ടെന്ന് നമുക്ക് യോഗയില്ല കേട്ടോ. ഇത് കുടിക്കാനൊക്കെ ചെയ്യണം. അപ്പോളോ ലൈഫ് ഇത് കുടിച്ചോണ്ട് എന്താ ഉപകാരം? ഞങ്ങളേതായാലും പിന്നെ ഫ്ലൈറ്റ് കയറാൻ പോവാണ്. എന്തായാലും ഇനിയുള്ള കുറച്ച് ദിവസത്തെ വ്ളോഗ് നമ്മളെ പുതിയ പോണ സ്ഥലത്തുള്ള വ്ളോഗ് കാരണം. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വ്ളോഗായിട്ട് വീണ്ടും കാണാം. അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ.